ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 24 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സ് ആണ്. CRPFന് 338 സ്നൈഫർ റൈഫിൾസ് ലഭിക്കാൻ പോവുകയാണ്. ഏത് കമ്പനിയാണ് ഇന്ത്യയിൽ ഈ ഒരു സ്നൈഫർ റൈഫിൾസ് CRPFന് വേണ്ടി നിർമ്മിക്കാൻ പോകുന്നത്? ആയുഷ്മാൻ ഭാരത് 7 വർഷം തികഞ്ഞിരിക്കുന്നു. ഏത് വർഷം ഏത് തീയതിയിലാണ്, ആരാണ് ആയുഷ്മാൻ ഭാരത്, എവിടെ വെച്ചാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്? ആയുഷ്മാൻ ഭാരത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഡേ ഇന്നലെയായിരുന്നു. ഏത് TV ചാനൽ ആണ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിന് വേണ്ടിയുള്ള ഒരു TV ചാനൽ? ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അവാർഡ് ആണ് ബാലൻ ഡി ഓർ അവാർഡ്. ഈ അവാർഡ് ലഭിച്ച ഫുട്ബോൾ താരങ്ങൾ ആരൊക്കെയാണ്? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 200 CSR 338 സ്നൈഫർ റൈഫിൾസ് ടു CRPF. CRPFന് 200 CSR 338 സ്നൈഫർ റൈഫിളുകൾ. ഏത് കമ്പനിയാണ് നൽകുന്നത്? എവിടെയാണ് ഇതിന്റെ ഉൽപ്പാദനം? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് അർദ്ധസൈനിക വിഭാഗത്തിനാണ് 200 CSR 338 സ്നൈഫർ റൈഫിളുകൾ നൽകുക? സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. CRPFനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 200 CSR 338 സ്നൈഫർ റൈഫിളുകൾ ലഭിക്കാൻ പോകുന്നത്. CRPFനായി CSR 338 സ്നൈഫർ റൈഫിളുകൾ നിർമ്മിക്കുന്നതിനായി UAE ആസ്ഥാനമായുള്ള എഡ്ജ് ഗ്രൂപ്പിന്റെ സ്ഥാപനമായ കാരക്കലുമായി സഹകരിക്കുന്ന ഇന്ത്യൻ കമ്പനി ഏതാണ്? ഐക്കോം ടെലി. ഇന്ത്യയിലെ കമ്പനിയായിട്ടുള്ള ഐക്കോം ടെലിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബേസ് ആയിട്ടുള്ള എഡ്ജ് ഗ്രൂപ്പ് എൻറ്റൈറ്റി കാരക്കൽ ആണ് ഈ ഒരു റൈഫിൾ നിർമ്മിക്കാൻ പോകുന്നത്. അതായത് CRPFന് വേണ്ടി CSR 338 എന്ന സ്നൈഫർ റൈഫിളുകൾ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റൈഫിൾ ആണ് സ്നൈഫർ റൈഫിളുകൾ. ഇതാണിപ്പോൾ CRPFന് ലഭിക്കാൻ പോകുന്നത്. CRPFനായുള്ള CSR 338 സ്നൈഫർ റൈഫിളുകൾ ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കുക? ഹൈദരാബാദിലെ ഐക്കോം കാരക്കൽ സ്മോൾ ആംസ് കോംപ്ലക്സ്. ഹൈദരാബാദിലാണ് ഐക്കോം കാരക്കൽ സ്മോൾ ആംസ് കോംപ്ലക്സ്. ഇന്ത്യയിലെ ഐക്കോം എന്ന കമ്പനിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എഡ്ജ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള കാരക്കൽ എന്ന കമ്പനിയുമാണ് ഒരുമിച്ച് സംയുക്തമായിട്ട് ഹൈദരാബാദിൽ ഇതിന്റെ ഉൽപ്പാദനം ആരംഭിക്കാൻ പോകുന്നത്. CSR 338 സ്നൈഫർ റൈഫിളുകൾ രൂപകൽപ്പന ചെയ്ത കമ്പനി ഏതാണ്? അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള കാരക്കൽ. ഇപ്പം കാരക്കൽ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് CSR 338 എന്ന സ്നൈഫർ റൈഫിൾ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അത് ഹൈദരാബാദിലാണ്. എത്ര സ്നൈഫർ റൈഫിൾസ് ആണ് CRPFന് ലഭിക്കാൻ പോകുന്നത്? 200 ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ മാർക്സ് ദി 7th ആനിവേഴ്സറി ഓഫ് ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരതിന്റെ 7ാം വാർഷികം പ്രധാനമന്ത്രി ആഘോഷിക്കുന്നു. എന്നായിരുന്നു ആയുഷ്മാൻ ഭാരതിന്റെ 7th ആനിവേഴ്സറി? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് തീയതിയിലാണ് 7 വർഷം പൂർത്തിയാക്കുന്നത്? 2025 സെപ്റ്റംബർ 23. ഇന്നലെയായിരുന്നു 7 years കംപ്ലീറ്റ് ആയി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 23 സെപ്റ്റംബറിനായിരുന്നു ഈ ഒരു ആയുഷ്മാൻ ഭാരത് എന്ന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 7 years പൂർത്തിയാക്കിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായമുള്ള ആരോഗ്യ ഉറപ്പ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് 2018 സെപ്റ്റംബറിൽ എവിടെയാണ് ആരംഭിച്ചത്? റാഞ്ചിയിൽ വെച്ചാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായമുള്ള ആരോഗ്യ ഉറപ്പ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. 2018 സെപ്റ്റംബർ 23, അതായത് 7 വർഷം മുമ്പാണ് ആരോഗ്യ യോജന ആരംഭിച്ചിട്ടുള്ളത്. ഇത് റാഞ്ചിയിൽ വെച്ചാണ് ആരംഭിച്ചത്. 2025 സെപ്റ്റംബർ 23 വരെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ നിന്ന് എത്ര പേർക്ക് പ്രയോജനം ലഭിച്ചു? 55 കോടി. 55 കോടി ജനങ്ങൾക്കാണ് ഈ ഒരു സ്കീം വഴി, അതായത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ യോജന വഴി അതിൻ്റെ ബെനിഫിറ്റ് ലഭിച്ചിട്ടുള്ളത്. ഓരോ വർഷം കഴിയുന്തോറും പുതിയ ആളുകളെ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അത് 70 years എബോ ഉള്ള വ്യക്തികളെ പൂർണ്ണമായിട്ടും ആയുഷ്മാൻ ഭാരതിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. രാജ്യത്തുടനീളം പണരഹിതവും കടലാസ് രഹിതവുമായ ചികിത്സ സാധ്യമാക്കുന്ന കുടുംബങ്ങൾക്ക് വാർഷിക ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഇന്ത്യയിലെ ഏത്
ആരോഗ്യ പാക്കേജ് ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ യോജന. അതായത് 5 ലക്ഷം രൂപയുടെ ഒരു ആനുവൽ ഹെൽത്ത് കവറേജ് ആണ് സർക്കാർ നൽകുന്നത്. അതായത് പണരഹിതവും കടലാസ് രഹിതവുമായിട്ടുള്ള ചികിത്സ സാധ്യമാക്കുന്ന 5 ലക്ഷം രൂപ വരെ വാർഷിക ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു പാക്കേജ് ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 2018 സെപ്റ്റംബർ 23 ഇത് ആരംഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ ഇ-വിദ്യ DTH ചാനൽ 31 ഈസ് ഡെഡിക്കേറ്റഡ് ടു ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ISL. പ്രധാനമന്ത്രി ഇ-വിദ്യ DTH ചാനൽ 31 ഇന്ത്യൻ ആംഗ്യഭാഷ സമർപ്പിച്ചിരിക്കുന്നു. ഇന്നലെയായിരുന്നു ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഡേ, സെപ്റ്റംബർ 23. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്നലെയും ഇതിനെക്കുറിച്ചുണ്ടായിരുന്നു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിഖ്യാതികൾക്കും ISL പരിശീലനം നൽകുന്ന ഇന്ത്യൻ ആംഗ്യഭാഷയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ചാനലിന്റെ പേര് പ്രൈം മിനിസ്റ്റർ ഇ-വിദ്യ DTH ചാനൽ നമ്പർ 31. നമ്പർ 31 എന്ന ആ ഒരു ചാനൽ ഇത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഇന്റർപ്രറ്റേഴ്സ് അവർക്ക് വേണ്ടിയുള്ള ഒരു ചാനൽ ആണ് പ്രൈം മിനിസ്റ്റർ ഇ-വിദ്യ DTH ചാനൽ നമ്പർ 31. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രൈം മിനിസ്റ്റർ ഇ-വിദ്യ DTH ചാനൽ 31 ആരംഭിച്ച വർഷം ഏതാണ്? ഡിസംബർ 2024. ഇപ്പം കഴിഞ്ഞ വർഷം ആണ് ഡിസംബറിലാണ് ഈ ഒരു ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ സൈൻ ലാംഗ്വേജ് ആയി ബന്ധപ്പെട്ട ഒരു ചാനൽ ആണ്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സ്, ഇന്റർപ്രറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ചാനൽ ആണ് 31 എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഇ-വിദ്യ DTH ചാനൽ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലാകെ 2.68 കോടി ആളുകൾക്ക് വൈകല്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേൾവി വൈകല്യങ്ങളുടെ ശതമാനം എത്ര? 19%. ഇപ്പം 19% പീപ്പിൾ ആണ്. 2.68 crore ജനങ്ങൾക്കാണ് ഇന്ത്യയിൽ ഡിസബിലിറ്റീസ് ഉള്ളതായിട്ട് 2011 സെൻസസ് അറിയിച്ചിട്ടുള്ളത്. അന്നത്തെ സെൻസസ് പ്രകാരം 19% ആണ് ഹിയറിംഗ് ഡിസബിലിറ്റീസ് ഉള്ളവർ. ഇവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ചാനൽ ആണ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിന്റെ പ്രൈം മിനിസ്റ്റർ ഇ-വിദ്യ DTH ചാനൽ നമ്പർ 31. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ടു റീച്ച് ദി ലാൻഡ്മാർക്ക് ഓഫ് 100 T20 ഇന്റർനാഷണൽ വിക്കറ്റ്. 100 T20 വിക്കറ്റുകൾ എന്ന നാഴികയിലെത്തിയ ആദ്യ ഇന്ത്യൻ കളിക്കാരൻ. ക്രിക്കറ്റ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് 2 ദിവസം മുമ്പ് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 19 100 T20 അന്താരാഷ്ട്ര വിക്കറ്റുകൾ എന്ന നാഴികയിലെത്തിയ ആദ്യ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? അർഷദീപ് സിംഗ്. അർഷദീപ് സിംഗ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പേഴ്സൺ T20 ഇന്റർനാഷണലിൽ 100 വിക്കറ്റ്സ് എടുക്കുന്ന ഇന്ത്യൻ താരം. അർഷദീപ് സിംഗ്. T20യിൽ 100 വിക്കറ്റുകൾ നേടിയ അർഷദീപ് സിംഗ് ഇന്ത്യക്കായി എത്ര T20 മത്സരങ്ങൾ കളിച്ചു? 64 T20. 64ാമത്തെ T20 മത്സരത്തിലാണ് അർഷദീപ് സിംഗ് 100 വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യക്കാരൻ. ഇത് ആദ്യത്തെ ഒരു ഇന്ത്യക്കാരൻ ആണ് അർഷദീപ് സിംഗ് 100 വിക്കറ്റ് T20 ഇന്റർനാഷണലിൽ എടുക്കുന്ന വ്യക്തി. ഇടങ്കയ്യൻ മീഡിയം ഫാസ്റ്റ് ബോളറായ അർഷദീപ് ഏത് IPL ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്? പഞ്ചാബ് കിങ്സ്. പഞ്ചാബ് കിങ്സിനോട് കളിക്കുന്ന ഒരു താരമാണ് ഇടങ്കയ്യനായിട്ടുള്ള ലെഫ്റ്റ് ആം മീഡിയം ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള അർഷദീപ് സിംഗ്. ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് ഒമാന്റെ വിനായ് ശുക്ല ഡിസ്മിസ് ചെയ്തുകൊണ്ട് 100ാമത്തെ വിക്കറ്റ് T20 മത്സരത്തിൽ എടുത്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ സ്കേറ്റർ അനീഷ് രാജ് സെക്യൂർസ് ഹിസ്റ്റോറിക് ബ്രോൺസ് അറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2025. 2025 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സ്കേറ്റിംഗ് താരം അനീഷ് രാജ് ചരിത്ര വെങ്കലം നേടി. ചൈനയിൽ നടന്നിട്ടുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2025 അവസാനിച്ചു. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അനീഷ് രാജ് ആണ് ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചൈനയിൽ നടന്ന 2025 സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 3 സ്വർണവും 2 വെങ്കലവും. ഇന്ത്യ ഈ പ്രാവശ്യത്തെ 2025 സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. 3 ഗോൾഡും 2 വെങ്കലവും ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. 2025 സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതാര്? ആനന്ദ് കുമാർ വേൽകുമാർ. കഴിഞ്ഞ ദിവസം കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു. അതായത് ആനന്ദ് കുമാർ വേൽകുമാർ ആണ് 2 സ്വർണം 1 ബ്രോൺസ് നേടിക്കൊണ്ട്
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള സീനിയർ സ്കേറ്റർ. 42 കിലോമീറ്ററിന്റെ മാരത്തോൺ ആയിരുന്നു മറ്റൊന്ന്. 100 മീറ്റേഴ്സിന്റെ മത്സരം മൂന്നാമത്തത്. 500 മീറ്ററിന്റെ ഒരു മത്സരത്തിലാണ് ആനന്ദ് കുമാർ വേൽകുമാർ മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സ്കേറ്റർ കൃഷ്ണ ശർമ്മ ഏത് ഇനത്തിലാണ് സ്വർണം നേടിയത്? ജൂനിയർ പുരുഷ 1000 മീറ്റർ സ്പ്രിന്റ്. 3 സ്വർണം 2 വെങ്കലത്തിൽ 2 സ്വർണം ആനന്ദ് കുമാർ വേൽകുമാർ ആണെങ്കിൽ 1 സ്വർണം നേടിയിട്ടുള്ളത് കൃഷ്ണ ശർമ്മയാണ്. 100 മീറ്റർ സ്പ്രിന്റ് ജൂനിയർ പുരുഷന്മാരുടെ ആ ഒരു ഇനത്തിലാണ് നേടിയിട്ടുള്ളത്. കൂടാതെ അനീഷ് രാജ് ആണെങ്കിൽ ഒരു ബ്രോൺസ് കരസ്ഥമാക്കി. മറ്റൊരു ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത് ആനന്ദ് കുമാർ വേൽകുമാർ ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡാംബ്ലെ ബോർമതി വെർ ക്രൗൺ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഡാംബ്ലെ ബോർമതി എന്നിവർ ലോകത്തിലെ ഏറ്റവും മികച്ച കിരീടം നേടി. ഫുട്ബോളുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് ഓസ്മാൻ ഡാംബ്ലെ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 23 ലോകത്തിലെ ഏറ്റവും മികച്ച 2025 ബാലൻ ഡി ഓർ അവാർഡുകൾ ആർക്കാണ് ലഭിച്ചത്? ഓസ്മാൻ ഡാംബ്ലെ, ഐറ്റാന ബോൺമതി. പുരുഷന്മാരിൽ ഫ്രാൻസിന്റെ താരമായിട്ടുള്ള ഓസ്മാൻ ഡാംബ്ലെക്കാണ് 2025 ഏറ്റവും മികച്ച അവാർഡ് ആയിട്ടുള്ള ബാലൻ ഡി ഓർ അവാർഡ് ലഭിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും വിലയേറിയ ഒരു പ്ലെയർ എന്ന് പറയാൻ പറ്റും ഓസ്മാൻ ഡാംബ്ലെ. 2025 അദ്ദേഹത്തിന്റെ സാലറിയാണ് ഇന്ത്യൻ റുപ്പിയിൽ കണക്കൂട്ടുമ്പോൾ 188 കോടി രൂപ. അതായത് ഒരു വർഷത്തെ അദ്ദേഹത്തിന്റെ വരുമാനമാണ്, ഒരു സാലറിയാണ് 188 കോടി രൂപ ഓസ്മാൻ ഡാംബ്ലെ. അത്രയ്ക്ക് വിലയേറിയ ഒരു വാല്യുബിൾ പ്ലെയർ ആണ് ഓസ്മാൻ ഡാംബ്ലെ. ഫ്രാൻസിന്റെ 6ാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ ബാലൻ ഡി ഓർ അവാർഡ് ലഭിക്കുന്നത്. സ്പെയിൻ താരമായിട്ടുള്ള ഐറ്റാന ബോൺമതി വനിതകളിലാണ് ബാലൻ ഡി ഓർ അവാർഡ് നേടിയിട്ടുള്ളത്. 3ാമത്തെ തുടർച്ചയായിട്ട് ഈ അവാർഡ് നേടിയിട്ടുള്ള താരമാണ് സ്പെയിൻ താരമായിട്ടുള്ള ഐറ്റാന ബോൺമതി. 1956 മുതൽ വാർഷിക ഫുട്ബോൾ അവാർഡായ ബാലൻ ഡി ഓർ ഗോൾഡൻ ബോൾ ആരാണ് നൽകുന്നത്? ഫ്രഞ്ച് മാസിക ഫ്രാൻസ് ഫുട്ബോൾ. ഫ്രഞ്ച് മാഗസിന്റെ ഫ്രാൻസ് ഫുട്ബോൾ എന്ന ആ ഒരു മാഗസിൻ ആണ് 1956 മുതൽ ബാലൻ ഡി ഓർ അല്ലെങ്കിൽ ഗോൾഡൻ ബാൾ എന്ന ഈ അവാർഡ് നൽകുന്നത്. ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് ഫ്രഞ്ച് താരമായിട്ടുള്ള ഓസ്മാൻ ഡാംബ്ലെ, മറ്റൊന്ന് ഐറ്റാന ബോൺമതിയാണ്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.